നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നതാ നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് കോട്ടൺ തുണി സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുണി കുറച്ച് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 23 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 19 ഇഞ്ചിലും ആണ്. ഇനി ആദ്യം നമുക്ക് ഈ തുണി രണ്ടായിട്ടൊന്ന് മടക്കാം. ഇതുപോലെ മടക്കിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നും കൂടെ മടക്കി കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്തു നിന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്കായിട്ട് ഒരു ലൈനും കൂടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം മുകളിൽ ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തത് ജോയിൻ്റ് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു വേസ്റ്റ് തുണികളുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത തുണി ഒന്ന് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വേസ്റ്റ് തുണികൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഭാഗത്തൂടിയായിട്ട് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. മാർക്ക് ചെയ്യുന്നത് പോലെ അരികു ഭാഗത്തൂടിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 3 അരികു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. മുകളിലെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന ഒരു പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. നോൺ-വെൻ ഫാബ്രിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ തുണി എടുക്കാം. ഞാനിവിടെ നോർത്ത് ഇന്ത്യയിലായതിനെ കൊണ്ട് നോൺ-വെൻ ഫാബ്രിക് ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഫാബ്രിക് ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് തുണി മെയിൻ തുണിയും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. നമ്മളിതാ ഇതുപോലെയാണ് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 2 സൈഡിലേക്കും 1.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് 2 സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡിൽ നമ്മൾ തുണി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. ഹാൻഡിലിൻ്റെ നീളം 16 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചിലുമാണ്. ഇനി ഹാൻഡിൽ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ഹാൻഡിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഹാൻഡിലിൻ്റെ ഒരറ്റം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ, അടുത്തൊരറ്റം അടുത്ത സൈഡിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്താലും മതി. അടുത്തൊരു സൈഡിൽ നമ്മളിതാ ഹാൻഡിൽ ആ ഒരു രീതിക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന ഒരു സ്ക്വയർ പോലെ നിൽക്കുന്ന ഒരു ഭാഗം കോർണർ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സൈഡിൽ നിന്നും ഇതേ രീതിക്ക് തന്നെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലേക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അടുത്തൊരു സൈഡിൽ മാർക്ക് ചെയ്ത് അവിടേക്ക് എത്രയാണ് അളവ് വരുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ 13.5 ഇഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അളവ് എടുത്തിട്ടില്ലേ 13.5 ഇഞ്ച്, അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു തുണി നമ്മൾ നീളം കട്ട് ചെയ്തിട്ടുള്ളത്. വീതി 5 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ലൈനിങ് തുണി വെച്ചിട്ട് 4 അരികു ഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഈ തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്യാം നീളത്തിൽ. അപ്പോൾ ഇവിടെ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് സിബ്ബാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ നീളത്തിനനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് തുണിയുടെ അരികു ഭാഗത്തേക്കായിട്ട് സിബിൻ്റെ അരികു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിക്കാണ്. ഇനി അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സിബ് നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഇനി മാർക്ക് ചെയ്യുന്ന പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബ് നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, സിബ് വെച്ചതിൻ്റെ അരികിലൂടെ ആയിട്ട്. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അത് കൂടാതെ സിബ് വെച്ച് തുണിയും എടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ സ്ക്വയർ പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് സിബ് വെച്ച് തുണിയുടെ അരികു ഭാഗം ദാ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. അവിടെ നമ്മളിതാ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്തൊരു സ്ക്വയർ ഭാഗത്തേക്കായിട്ട് സിബ് വെച്ച് തുണിയുടെ അടുത്തൊരു അരികു ഭാഗമായിട്ട് ചേർത്ത് വെക്കുക. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ഒരു കോർണർ ഭാഗത്തു നിന്നായിട്ട് ഈ തുണി ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇതാ അരികു ഭാഗം ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ആ ഒരു താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഈ ഒരു തുണിയുടെ അരികു ഭാഗം നമ്മൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അരികു ഭാഗത്തൂടെ ആയിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളിതാ ഒരു ഭാഗത്തു നിന്ന് അടുത്തൊരു ഭാഗം വരെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ക്ലിപ്പ് ചെയ്തിട്ടുള്ള അരികു ഭാഗത സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ആ ഒരു തുണിയും ദാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തുണിയുടെ അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളത്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സിബ് ഓപ്പൺ ആക്കിയിട്ട് ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളിതാ നല്ലൊരു ബാഗാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ഈ ഒരു ബാഗ് നിങ്ങൾക്ക് ലഞ്ച് ബാഗായിട്ടോ ഹാൻഡ് ബാഗായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ബാഗായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബാഗിൻ്റെ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു ഹാർട്ടായിട്ടെങ്കിലും അറിയിക്കണം കേട്ടോ. നമ്മുടെ ഈ വീഡിയോസിന് ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ ഹൈപ്പ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.